ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി. തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണിത്. ഞാനീ പറഞ്ഞത് കേൾക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരുന്ന സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടുകൂടി ആക്രമിക്കാൻ തീരുമാനമെടുത്തു എന്നും നേരിട്ട് ആക്രമിക്കാൻ കഴിയാത്തതുകൊണ്ട് സുരേഷ് ഗോപിയെക്കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതുമായ കഥകൾ എഴുതി പിടിപ്പിച്ചു എന്നും ഒടുവിൽ ആ മാധ്യമപ്രവർത്തകരെ നേരിട്ട് കണ്ടപ്പോൾ സുരേഷ് ഗോപി അവർക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് കരഞ്ഞു പറയുകയായിരുന്നു എന്നും തോന്നും. അങ്ങനെയല്ല കാര്യങ്ങളൊന്നും ഭൂരിപക്ഷം പേർക്കും അറിയാതിരിക്കുന്ന വഴിയില്ല. പണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടും വാക്കുകൊണ്ടും പിന്നെ ആക്ഷൻ കൊണ്ടും കോപ്രായങ്ങൾ കാണിച്ച് സംഘപരിവാർ പ്രവർത്തകരുടെ കയ്യടി വാങ്ങിക്കൂട്ടിയ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? അങ്ങനെ സംസാരിക്കാത്ത ആളൊന്നുമല്ലല്ലോ സുരേഷ് ഗോപി. ആവശ്യം പോലെ സംസാരിച്ചിട്ടുണ്ട്. വായിൽ തോന്നിയത് മുഴുവൻ മാധ്യമപ്രവർത്തകരെ വിളിച്ചു പറഞ്ഞിട്ടുമുണ്ട്. അതിൽ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത്. പ്ലീസ് ബി കെയർഫുൾ. ഏതാ ചാനൽ? ഏതാ ചാനൽ? ബെസ്റ്റ്. സൗകര്യമല്ല പറയാൻ. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ എന്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. പ്ലീസ്. അത് CBIയോട് പറയും കേട്ടോ. മാറ്റു. പോലീസ് എന്തിനാ നിൽക്കുന്ന? ക്ലിയർ മൈ വേ പ്ലീസ്. ആളാവാൻ വരരുത് എന്റെ അടുത്ത്. പ്ലീസ് കീപ് അവേ ഫ്രം മീ. നോ ബോഡി ടച്ചിങ്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടന്ന മനുഷ്യനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തോ തെറ്റ് ചെയ്തതുപോലെ മുഖവും താഴ്ത്തി കണ്ണിൽ വെള്ളവും നിറച്ച് ഒന്നും മിണ്ടാതെ കാറിൽ കയറി പോകുന്നത്. നേരത്തെ കണ്ട ആ വീഡിയോ ദൃശ്യങ്ങളിലുള്ള സുരേഷ് ഗോപി ആണോ നമ്മൾ ഇതുവരെ കണ്ട സുരേഷ് ഗോപി? ഒരിക്കലുമല്ല. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ മാധ്യമങ്ങളോട് ഇത്ര വെറുപ്പ് തോന്നാൻ കാരണം? മാധ്യമ പരിലാളനയിൽ ജീവിച്ചു വന്ന ഒരു വ്യക്തിയാണല്ലോ സുരേഷ് ഗോപി. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മാധ്യമങ്ങളെ ആവോളം പുള്ളിക്കാരൻ ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് മാധ്യമങ്ങളോട് ഒരു അനിഷ്ടവും ഇദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈ കഴിഞ്ഞ ദിവസം കണ്ട ദൃശ്യങ്ങൾ തന്നെ അതിന് തെളിവാണ്. മാധ്യമങ്ങളോടെന്ന് മാത്രമല്ല, ആരോടും ഒരക്ഷരം പുള്ളിക്കാരൻ മിണ്ടുന്നില്ല. എന്തുകൊണ്ട് പുള്ളിക്കാരൻ ആരോടും മിണ്ടുന്നില്ല എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ അതിന് കൃത്യമായ കാരണം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം വന്നു വീണിരിക്കുന്ന കുരുക്ക് അത്ര ചെറിയ കുരുക്കല്ല. മാനസികമായി തകർന്ന് മറ്റാരോടും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞാലും അതിനൊരിക്കലും തെറ്റുള്ളെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇന്ന് പുറത്തു വന്ന വാർത്ത അത്തരത്തിലുള്ള ഒന്നാണ്. പക്ഷേ 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള വലിയ വാർത്തകൾ പുറത്തു വരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന സുരേഷ് ഗോപിക്ക് ലഭിച്ചിരുന്നു. ഈ സൂചനയുടെ ഫലമായിട്ടാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ കുനിഞ്ഞ മുഖത്തോടെ കണ്ടതെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉയരുന്നത്. ആ ചർച്ചകളെ ശരിവയ്ക്കുന്ന തരത്തിൽ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താനുള്ള തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 1 മുതൽ 7 വർഷം വരെ തടവ് ലഭിക്കുന്ന ക്രിമിനൽ കുറ്റം. സംഭവം തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദം തന്നെയാണ്. തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നിർണായക കണ്ടെത്തലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. LDF UDF മുന്നണികളുടെ അന്വേഷണത്തിലാണ് വളരെ നിർണായകമായ ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും ഭാര്യ റാണിക്കും ഇരട്ട വോട്ട് ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ എത്തിയിരുന്നല്ലോ. തൃശ്ശൂരും കൊല്ലത്തും ഇവർക്ക് 2 പേർക്കും വോട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിൽ തൃശ്ശൂരിലെ വോട്ട് സുരേഷ് ഗോപി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതുതായി ചേർത്തതാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്താണെന്ന് വച്ചാൽ ഇവർക്ക് ഇരട്ട വോട്ട് മാത്രമല്ല 2 തിരിച്ചറിയൽ കാർഡും സ്വന്തമായി ഉണ്ട് എന്നാണ്. ഇത് ഇരട്ട വോട്ട് വിഷയം പോലെയല്ല, അതിനേക്കാൾ ഗുരുതരമായ വിഷയമാണെന്നാണ് നിയമവിദഗ്ധരും പറയുന്നത്. കൊല്ലം ജില്ലയിലെ ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിൽ സുഭാഷ് ഗോപിയുടെ വോട്ട് ചേർത്തിരിക്കുന്നത് WLS 0136077 എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലാണ്. ഭാര്യ റാണിയുടെ വോട്ട് WLS 0136218 എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലുമാണ്. ഇവർക്ക് തൃശ്ശൂരിലും വോട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ മുക്കാട്ടുകര 115 നമ്പർ ബൂത്തിൽ 1219 വോട്ടറായി സുഭാഷിൻ്റെ പേര് ചേർത്തിരിക്കുന്നത് FBM 1397-173 എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലാണ്. 1218
വോട്ടറായി ഭാര്യ റാണിയുടേത് FBM 1397-181 എന്ന തിരിച്ചറിയൽ കാർഡ് നമ്പറിലുമാണ് ചേർത്തിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുവർക്കും നിലവിൽ കൊല്ലം കോർപ്പറേഷനിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും വോട്ടുണ്ട്. തൃശ്ശൂരിൽ ഇവർ സ്ഥിരതാമസക്കാരല്ലെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ഈ വിവാദം ഇത്രത്തോളം മുന്നോട്ട് പോകാനുള്ള കാരണവും സുഭാഷ് ഗോപിക്കും ഭാര്യയ്ക്കും തൃശ്ശൂരിൽ വോട്ടുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് തിരിച്ചറിയൽ കാർഡ് വിഷയത്തിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കാരണം നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സുരേഷ് ഗോപിയും സംഘവും അനധികൃതമായി വോട്ടുകൾ ചേർത്തു എന്നും മാത്രമല്ല തെരഞ്ഞെടുപ്പ് നിയമങ്ങളെ കാറ്റിൽ പറത്തി എന്നുമാണ് ഇതിലൂടെ വ്യക്തമായിരിക്കുന്നത്. നിയമപരമായി ഒരാൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു തിരിച്ചറിയൽ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാർഡ് ലഭിക്കുമ്പോൾ അതിനൊപ്പം തന്നെ ആദ്യ കാർഡ് സമർപ്പിച്ച് റദ്ദാക്കേണ്ടതുണ്ട്. ഇരട്ട കാർഡുകൾ ഉപയോഗിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്നു തന്നെയാണ് നിയമവിദഗ്ധരും പറയുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകുക വഴി മാത്രമേ രണ്ടാമതൊരു തിരിച്ചറിയൽ കാർഡ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യമാണ് ഇവിടെ കണക്കാക്കുന്നത്. തെറ്റായ വ്യക്തിഗത വിവരങ്ങൾ സർക്കാരിന് നൽകുന്നത് ക്രിമിനൽ കുറ്റമാണ്. ഈ കുറ്റം ചെയ്ത വ്യക്തികൾക്കെതിരെ കേസെടുത്താൽ കോടതി 1 മുതൽ 7 വർഷം വരെ തടവും പിഴയും വിധിച്ചേക്കുമെന്നും നിയമവിദഗ്ധർ പറയുന്നുണ്ട്. നിങ്ങൾ പറയൂ, ഇത്രയും വലിയ ഗൗരവമുള്ള ഒരു വിഷയം നാളെ പുറത്തു വന്നേക്കും എന്ന ഒരു ആശങ്ക മനസ്സിൽ പേറി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മറ്റുള്ളവരോട് ഇടപെടാൻ കഴിയുന്നത്? മനസ്സ് നേരെ നിൽക്കില്ല. കാരണം കുടുംബാംഗങ്ങൾക്ക് എതിരെയാണ് പരാതി വരാൻ പോകുന്നത് എന്ന പൂർണ്ണ ബോധ്യം സുരേഷ് ഗോപിക്കുണ്ട്. സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും കുടുംബത്തിനും ഇരട്ട വോട്ട് മാത്രമല്ല 2 തിരിച്ചറിയൽ കാർഡുകൾ വീതമുണ്ട് എന്ന വാർത്ത പുറത്തെത്തുമെന്ന വിവരം ലഭിച്ചതാണ് സുരേഷ് ഗോപിയുടെ മൗനത്തിന് കാരണമെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധി കൊളുത്തിയ തീ ആളിപ്പടർന്ന് വിന്ധ്യാപർവ്വതം കടന്ന് ദക്ഷിണേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൂടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ സുരേഷ് ഗോപി അപകടം മണത്തിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ വിജയിച്ചതിന് പിന്നാലെ ഈ ലോകത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് താൻ മാത്രമാണ് എന്ന രീതിയിലുള്ള പ്രകടനങ്ങളായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചില വീഡിയോകളാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കണ്ടത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണം എന്നുള്ളത് ഒരു രീതിയാണ്. ഈ മാധ്യമങ്ങളും അതുപോലെ രാഷ്ട്രീയവും ജനാധിപത്യവും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളാണല്ലോ. ജനാധിപത്യത്തിൻ്റെ 4ാം തൂണാണ് മാധ്യമങ്ങൾ എന്നാണ് പറയുന്നത്. സ്വാഭാവികമായും ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ ആരോപണത്തെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യമോ ആരോപണ വിധേയൻ്റെ വിശദീകരണമോ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചും അനിവാര്യമാണ്. ഇവിടെ സുരേഷ് ഗോപിക്ക് അതൊന്നും ഒരു ആവശ്യമല്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുള്ളൂ: എനിക്ക് മനസ്സില്ല എന്ന്. പ്രശ്നങ്ങൾ ഇങ്ങനെ മുറുകി നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അതിനൊപ്പം തന്നെ തൃശ്ശൂർ ലോക്സഭാ നിയോജക മണ്ഡലത്തിലെയും തൃശ്ശൂർ ജില്ലയിലെയും വോട്ടർ പട്ടിക വിവാദത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് CPM നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതും BJPയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. BJP പ്രതിക്കൂട്ടിലാവുക എന്ന് പറഞ്ഞാൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുരേഷ് ഗോപിക്കും അത് ബാധകമാണ് എന്നർത്ഥം. തൃശ്ശൂർ നഗരത്തിൽ മാത്രമല്ല, BJPക്ക് സ്വാധീനമുള്ള മറ്റിടങ്ങളിലും കള്ളവോട്ട് നടന്നെന്നാണ് CPM തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കുന്നത്. BJP ഭരിക്കുന്ന അവണിശ്ശേരി പഞ്ചായത്തിൽ BJP നേതാവിൻ്റെ വീട്ടിൽ ചേർത്തത് 17 വോട്ടുകളാണെന്നും അദ്ദേഹം ആരോപിച്ചു. വീട്ടു നമ്പർ ഇല്ലാതെയാണ് ഈ വോട്ടുകൾ ചേർത്തതെന്നും നാട്ടിക നിയോജക മണ്ഡലത്തിലെ 69-ാം നമ്പർ ബൂത്തിലാണ് ഇവർ വോട്ട് ചെയ്തതെന്നും CPM വ്യക്തമാക്കി. CV അനിൽകുമാർ, ഭാര്യ, മകൻ എന്നിവരും ഈ വിലാസത്തിലുണ്ട്. നാട്ടുകാരല്ലാത്ത 79 പേരെയാണ് നാട്ടിക ബൂത്ത് 69-ൽ ചേർത്തതെന്നും CPM ആരോപിച്ചു. ഇവരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടെന്നും CPM പറയുന്നു. അങ്ങനെ ഒന്നൊന്നായി ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപി മാത്രമല്ല, തൃശ്ശൂരിലുള്ള ഏകദേശം BJP നേതാക്കളും ഇപ്പോൾ മൗനവ്രതത്തിലാണ്. രാജീവ് ചന്ദ്രശേഖർ പോലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള പ്രസ്താവനകളൊന്നും നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സുരേന്ദ്രൻ മാത്രം സംസാരിക്കുന്നുണ്ട്. ആ സംസാരം പ്രകോപനപരമായ സംസാരമെന്ന് മാത്രമല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന തീ ആളിക്കത്താനുള്ള ഇന്ധനം ഒഴിക്കൽ കൂടിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വോട്ടർ പട്ടിക വിഷയത്തിൽ 1% പോലും സുരേഷ് ഗോപി മറുപടി പറയേണ്ട കാര്യമില്ലെന്നാണ് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയത് പാർട്ടിയാണ്. സുരേഷ് ഗോപി പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തേക്കിൻകാട് വന്ന സമയത്ത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുമെന്ന് BJP നിശ്ചയിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും ഡ്രൈവറും സഹപ്രവർത്തകരും വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ തന്നെയായിരുന്നു ക്യാമ്പ് ചെയ്തിരുന്നത്. BJP 60,000 വോട്ട് അനധികൃതമായി ചേർത്തു എന്ന ആരോപണത്തിന് നിങ്ങൾ എന്ത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് LDFൻ്റെയോ UDFൻ്റെയോ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്.
നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാകുന്നതാണ് നല്ലത് എന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പറച്ചിലാണ് സുരേഷ് ഗോപിയുടെ സഹോദരൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് വരെ തോണ്ടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് പറയാം. കന്യാസ്ത്രീ വിഷയം തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ വോട്ട് ചേർത്താണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്ന ആരോപണം എത്തുന്നത്. കന്യാസ്ത്രീ വിഷയത്തിൽ പോലും സുരേഷ് ഗോപി ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നാണ് മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിനിധിയായ ഒരു എം പിയാണ്. കേരളത്തെ സംബന്ധിച്ച് വിഷയങ്ങൾ നടക്കുമ്പോൾ അക്കാര്യത്തിൽ പ്രതികരിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും വേണ്ടത് ഈ എം പി തന്നെയാണ്. മറ്റ് എം പിമാർ ഉണ്ടെങ്കിലും ഒരു ഭരണപക്ഷ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും തന്നെയാണ് ഇക്കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. എന്നാൽ അതുണ്ടായില്ല എന്നുള്ളതാണ് മാധ്യമങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ആ വിഷയത്തിൽ കൂടി കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയ സമയത്ത് എണ്ണ ഒഴിച്ച് ആളിക്കത്തിക്കാൻ കെ സുരേന്ദ്രൻ ശ്രമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കന്യാസ്ത്രീകളുടെയും വൈദികരുടെയും വിഷയത്തിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അല്ലാതെ സുരേഷ് ഗോപിയെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾ പിന്നെ എന്ത് കാര്യത്തിനാണ് ഈ മനുഷ്യനെ പിടിച്ച് എം പി ആക്കിയത് എന്ന് തൃശ്ശൂരിലെ ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിലെ ജനങ്ങൾ അങ്ങനെ ചോദിച്ചു തുടങ്ങിയെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ പോരായ്മ എന്നതിലുപരി കെ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന കൊണ്ടുണ്ടായ വിജയമാണ് എന്ന് ഉറപ്പിച്ചു പറയാം.